നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, എൻ്റെ പേര് രാജേഷ് മണികണ്ഠൻ. വരാഹത്തെ കുറിച്ചിട്ടാണ്. എല്ലാവരും വാർത്താളി എന്ന് മാത്രം പറയുന്ന കേട്ടിട്ടുണ്ട്. വാർത്താളി ഉപാസന എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ നവഗ്രഹങ്ങളിൽ പെട്ട ഒരു ദേവതയാണ് വാർത്താളി. ഒരു അമ്പലം പ്രതിഷ്ഠിക്കുമ്പോൾ വാർത്താളി ദേവി തീർച്ചയായിട്ടും ഉണ്ടാവും. ഇഷ്ടപ്പെട്ട പൂവ് എന്ന് പറഞ്ഞാൽ തുളസിപ്പൂ കൊണ്ടാണ് അതിനെ ആരാധിക്കുക. അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, തന്ത്ര സംവിധാനത്തിൽ എവിടെയില്ല വേങ്ങപ്പൂ അറുത്തിട്ട് അതിനെ അർച്ചന ചെയ്ത് പ്രീതിപ്പെടുത്തലൊന്നും. അത് എവിടെയെങ്കിലും വല്ല വനത്തിലോ സ്വയംഭൂവായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പഞ്ചഭൂതങ്ങളിലൊന്നായ വായുവിൽ മഞ്ഞുകണങ്ങളേറ്റ് ഞെട്ടറ്റ് വീണ വല്ല പൂക്കൾ, അത് ചിലപ്പോൾ ആരും പൂജ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. യഥാസ്ഥാനത്ത് വന്ന് പതിക്കുമ്പോൾ അത്രയേ ഉള്ളൂ ആ കാര്യം. അല്ലാതെ ഒരു മാർഗത്തിലുമില്ല, കൗളാചാരത്തിലോ വാമാചാരത്തിലോ അതല്ലാതെ ഒരു തന്ത്ര സംവിധാനത്തിലും ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിവുമില്ല. അപ്പോൾ അങ്ങനത്തെ വിഡ്ഢിത്തങ്ങൾ പുലമ്പണത് കേട്ടിട്ട് ആരും ഈ വാർത്താളീനെ അല്ലെങ്കിൽ വരാഹീനെ അല്ലെങ്കിൽ വരാഹം മലയാചലവാസിനി ആണ്, അതിനെ ഒരു ഗുരു ഉപദേശമില്ലാതെ ആരാധിക്കാൻ തന്നെ ശ്രമിക്കരുത്. ക്ഷേത്ര ദർശനമൊക്കെ ആവാത്ത ഒഴുക കാര്യങ്ങൾ പറയുക പോരുക. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളിൽ പെട്ട ഒറ്റൊന്ന് മാത്രം. ഇപ്പോൾ വേങ്ങകൾ പൂത്തു തുടങ്ങിയൊരു കാലമാണ്, മഞ്ഞുകാലമാണ്. എന്താ പറയുക, ട്രഡീഷണലായിട്ട് നല്ല എല്ലാ സാധനങ്ങളും പരാഗണങ്ങൾ നടക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് തേനീച്ചകൾ, വേട്ടാളൻ, അതുമാതിരി നമ്മളെ ചെറുതേൻ. അയ്യപ്പസ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് അഭിഷേകപ്രിയനാണ് നെയ്യഭിഷേകം, അതുപോലെ തേനഭിഷേകം. അപ്പോൾ ഈ തേനഭിഷേകം എന്ന് പറഞ്ഞാൽ അതിൽ ചെറുതേൻ, നിരുപദ്രവകാരിയായിട്ടുള്ള 2 തരം ഈച്ചകൾ എൻ്റെ അറിവിലുണ്ട്. ഒന്ന് ചെറുതേൻ, ഒന്നൊരു മലന്തേൻ. അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് പ്യുവറായിട്ട് ഓരോ പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് സംസ്കരിച്ചിട്ടാണ് വിൽപ്പനയ്ക്ക് വരുന്നത്. അപ്പോൾ അതിലൊക്കെ ഓരോ സത്യങ്ങളും കൃത്യങ്ങളും ഉണ്ട്. പിന്നെ അതല്ലാതെ മലയരുടെ കാര്യത്തേക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലരുത്. കാരണം അവർ ഇത് ശുദ്ധമായിട്ടാണ് തരുന്നതെന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായിട്ട് തരുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അമ്മേ മഹാവരാഹി. കാരണം മഹാവരാഹി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, മുട്ടുസൂചി എടുക്കേണ്ടടുത്ത് നമ്മൾ മുട്ടുസൂചി എടുക്കണം, തുന്നണ സൂചി എടുക്കേണ്ടടുത്ത് തുന്നണ സൂചി എടുക്കണം, തൂമ്പെടുക്കേണ്ടടുത്ത് തൂമ്പെടുക്കണം, മടവാൾ എടുക്കേണ്ടടുത്ത് മടവാൾ എടുക്കണം, കലപ്പെടുക്കേണ്ടടുത്ത് കലപ്പെടുക്കണം. പിന്നെ ഇരുമ്പുലയ്ക്ക് എടുക്കേണ്ടടുത്ത് അതെടുക്കണം. പിന്നെ ദേവി ഭസ്മാസന സ്ഥിതിയാണ്. താമര ദേവി സുവർണ്ണ നിറമുള്ള താമരയിലാണ് ഭസ്മാസന സ്ഥിതിയായിട്ടാണ് ഇരിക്കുന്നത്. ദേവിയുടെ ബാധ ഏറ്റ് കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്, ദുർബാധ. അപ്പോൾ ഏകദേശം കറുത്ത താമരയിൽ ഇരുന്നിട്ടാണ് എവിടെ ചെന്നാലും കാണാൻ കഴിയുക. പിന്നെ അവിടെ ആര് പൂജിച്ചിട്ടും കാര്യമില്ല. ഞാനാണെങ്കിലും ഏത് തന്ത്രിവര്യനാണെങ്കിലും ഏത് മന്ത്രമൂർത്തി ഉപാസിക്കുന്ന ആളാണെങ്കിലും അതിൽ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ട ഉതകുന്ന കർമ്മങ്ങൾ ചെയ്യുക. പിന്നെ ചുടലിലേക്ക് പോകുമ്പോൾ മരണാനന്തര കർമ്മങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ആത്മാവിനെ നിത്യശാന്തി കൊടുത്ത് കുലത്തിൽ ഇരുത്തേണ്ടോടത്ത് ഇരുത്തുക, ഒതുക്കിയിട്ട് നല്ലൊരു ചെയറിൽ. പിന്നെ കൊല്ലവർഷം കൂടുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട നൈവേദ്യാദികൾ വെച്ച് വിളിക്കുക. കാരണം കർണപിശാചിനി സേവയിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഒഴിവ് ചെയ്തൊരു കാര്യം എൻ്റെ ചെവിട്ടിൽ, അതായത് സത്യം പറഞ്ഞാൽ ഈ മൊബൈലിൻ്റെ ആവശ്യമില്ല, ഇത് മറ്റുള്ളവരിൽ എത്തിക്കോട്ടെ വെച്ചിട്ട് പറയുകയാണ്. എൻ്റെ ചെവിട്ടിൽ വന്ന് പറയണം, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. എൻ്റെ കൂടെ ഇരിക്കാനും തൻ്റെ കൂടെ കൂടാനും തൻ്റെ ഒപ്പം ഇരിക്കാനും തന്നെ ദർശിക്കാനും തന്നിൽ ദർശിക്കാനും. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു ഉപാസകനാണെങ്കിലും അല്ലെങ്കിലും അവന് മരണം സുനിശ്ചിതം.
അത് എത്ര വലിയ, പിന്നെ ആരെ വിളിച്ചിട്ടും കാര്യമില്ല. ദുർഗയിൽ ശരണം പ്രാപിച്ചിട്ടോ അല്ലെങ്കിൽ ചാത്തന്മാരെ വിളിച്ചിട്ടോ ഭദ്രകാളിയെ വിളിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അപ്പോൾ സർവമംഗളം ഭവന്തു. ശ്രീ വിഷ്ണുമായ നമോ.